ഏനാദിമംഗലം പുതുവലിലെ ഭൂമി കൈയേറ്റം കളക്ടർ ഇടപെട്ടു. കൈയേറ്റ ഭൂമി റവന്യൂ ഭൂമിയാണെന്നും അല്ലെന്നുമുള്ള തർക്കമാണ് പ്രശ്നത്തിനും കൈയേറ്റത്തിനും ഇടയാക്കിയത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സംഘം ആളുകൾ CPM പിന്തുണയോടെ ഭൂമി കയ്യേറി കുടിൽ കെട്ടിയിരുന്നു. കുടിലുകൾ പൊളിക്കാൻ റവന്യൂ അധികാരികളും പോലീസും ശ്രമിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. സ്ഥലം പുറമ്പോക്ക് ഭൂമിയാണെന്നാണ് കുടിൽ കെട്ടിയവരുടെ അവകാശവാദം. ഇവരെ ഒഴിപ്പിക്കുന്നതിന് RDO MC സരസമ്മ, DYSP അനിൽദാസ്, SIമാരായ ശ്രീകുമാർ, വിജയകുമാർ എന്നിവർ സ്ഥലത്തെത്തി കയ്യേറ്റക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും ശ്രമം വിഫലമായി. തുടർന്ന് CPM നേതാക്കളായ KP ഉദയഭാനു, K മോഹൻകുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി മാരൂർ, ഗ്രാമപഞ്ചായത്ത് അംഗം എന്നിവർ സ്ഥലത്തെത്തി കയ്യേറ്റക്കാരെ അനുനയിപ്പിക്കാൻ നടത്തിയ ശ്രമം സംഘർഷത്തിന് അയവ് വരുത്തി. പുതുവലിലെ ഭൂമി കയ്യേറ്റത്തിന് നേതൃത്വം നൽകിയ അനിൽ CK ബൊക്കാറെ പ്രദേശത്തെ സർക്കാർ വക സ്ഥലങ്ങൾ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. അവിടെ കഴിഞ്ഞ 13-ാം തീയതി രാത്രിയില് വില്ലേജ് ഓഫീസറും ഭൂമാഫിയയുടെ ആളുകളുമായി ചേർന്ന് അവിടെ JCBയുമായി വന്ന ഏതാണ്ട് 1 ഏക്കറോളം വരുന്ന പുറമ്പോക്ക് ഭൂമി കയ്യേറാൻ ശ്രമം നടത്തിയതാണ് ഇന്നലെ അത്തരമൊരു സംഭവം ഉണ്ടാകാനുണ്ടായി. ലാൻഡ് ബാങ്കിൽ ഒന്നും തന്നെ ഇവിടുത്തെ വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ ഇവിടുത്തെ അധികാരപ്പെട്ടവരോ അതിൻ്റെ തഹസിൽദാരോ മറ്റധികാരികളോ ഈ വസ്തുക്കളൊന്നും തന്നെ ഏൽപ്പിക്കുകയോ ഉൾപ്പെടുത്തുകയോ ചെയ്യാതെ ഇതെല്ലാം സ്വകാര്യ വ്യക്തികളുടെ കൈവശ ഭൂമിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഗൗരവമായി ജനശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി അവർ കയ്യേറിയതിന് തതുല്യമായി ബഹുജനങ്ങളുടെ നേതൃത്വത്തിൽ ഇന്നലെ ഉണ്ടായ കയ്യേറ്റം. പുറമ്പോക്ക് ഭൂമിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു സംഘം ആളുകൾ ഭൂമി കയ്യേറി കുടിൽ കെട്ടിയ സാഹചര്യത്തിൽ ഇന്ന് കളക്ടറേറ്റ് ആസ്ഥാനത്ത് ജില്ലാ കളക്ടർ സർവകക്ഷി ചർച്ച നടത്തി. ചർച്ചയിൽ 20ഓളം പ്രതിനിധികൾ പങ്കുകൊണ്ടു. ഏനാദിമംഗലം പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ വരും ദിവസങ്ങളിൽ റവന്യൂ അധികാരികൾ വസ്തു അളന്നു തിട്ടപ്പെടുത്തുമെന്നും സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കുമെന്നും അധികൃതർ അറിയിച്ചു. അനധികൃത നിലം നികത്തലിനെതിരെ നടപടി സ്വീകരിക്കാനും തീരുമാനമായി. ജില്ലാ സർവേ ഡെപ്യൂട്ടി ഡയറക്ടറെ ഈ മേഖലയിലെ സ്ഥലം അളന്നു തിട്ടപ്പെടുത്തുന്നതിനായി നിയോഗിച്ചതായും ജില്ലാ ഭരണാധികാരികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.